മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് കേട്ടുള്ളത്. ഇവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി വന്നേക്കുകയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂർ ഡേയ്സ് ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എത്തി. വന്ദേ ഭാരതിനായിരുന്നു വന്നത്. ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക്. അതായത് നമ്മളൊരു മോർണിംഗ് 10 o'clock ട്രെയിൻ ഉണ്ടായിരുന്നത്. കുറച്ച് ഡിലേ ആയിരുന്നു ട്രെയിൻ, ഒരു ഹാഫ് ആൻ അവർ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, സേലം ടു ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 1:30 ആയപ്പോൾ എത്തിയതാണ്. ട്രെയിൻ 1:30 ആയപ്പോൾ എത്തിയെങ്കിലും നമ്മൾ ഊബറൊക്കെ വിളിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. ഒരു ഏകദേശം ഒരു 40-45 മിനിറ്റ് കൊണ്ട് എത്തേണ്ടതാണ് ഹോട്ടലിൽ. പക്ഷേ എത്തിയത് ഒരു 2 മണിക്കൂർ കൊണ്ട്, അതുപോലെ ട്രാഫിക് ബ്ലോക്ക്. പിന്നെ ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് നല്ല വെയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. എനിക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ട്രാവൽ ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ത്രോട്ട് പെയിനും അതുപോലെ ഇന്നലെ രാത്രി പനിക്കുകയൊക്കെ ചെയ്തിട്ടോ. ഞാനിപ്പോൾ ഒരു ഡോളൊക്കെ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല, എന്നാലും തൊണ്ടവേദനയുണ്ട്. അപ്പോൾ ഞാനിവിടെ കെറ്റിലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ട്രെയിനിങ്ങിന് പോകും. DPSൽ വെച്ചിട്ട്, ബാംഗ്ലൂർ DPSൽ വെച്ചിട്ടാണ് ട്രെയിനിങ്, ഡൽഹി പബ്ലിക് സ്കൂളിൽ. അവിടെ വെച്ചിട്ടാണ് ട്രെയിനിങ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുള്ള് കാണാൻ പറ്റില്ല. ഇത് എവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സേലത്ത് ട്രെൻഡ്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു റൂമിലാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കൂടെ ഒരു സാറും കൂടി ഉണ്ട്, ആൾ വേറെ റൂമിൽ, ഞാനിവിടെ. അപ്പോൾ എന്തായാലും അങ്ങനെ. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. 9 മണിക്ക് അവിടെ എത്തണം. DPS ഇവിടെ അടുത്താണ് കേട്ടോ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ എന്തോ ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, ഈ ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ വീട്ടിൽ പോയി, വൈകിട്ട് വീട്ടിൽ പോയി, അവിടെ ചെന്നു. പിന്നെ സൺഡേ റിട്ടേൺ ബാക്ക് ടു ഏർക്കാട്. പിന്നെ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് സാറ്റർഡേ ആണ് പോണത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോൾ ചൂടായിരുന്നു, മഴ ഉണ്ടായില്ല. അപ്പോൾ അവിടുത്തെ ചൂട്, പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ തണുപ്പ്, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ചൂട്. അപ്പോൾ അങ്ങനെ ക്ലൈമറ്റ് മിക്സ് ആയിട്ട് വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് അതനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ ഒരു എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബോഡി പെയിൻ, ബാക്ക് പെയിൻ, അതുപോലെ എന്തൊക്കെയൊക്കെയോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. ഇനി ബാംഗ്ലൂർ നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും സമയമില്ല കേട്ടോ. കാര്യം മോർണിംഗ് ടു ഈവനിങ് ട്രെയിനിങ് ഉണ്ട്. അതിന് ശേഷം തിരിച്ച് വരുന്നിട്ട് എങ്ങനെയാണെന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുന്ന നേരം പോകുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഔട്ട്ഫിറ്റ്. റൂമൊക്കെ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുവാണ്, അതുകൊണ്ട് കണ്ടില്ല, നല്ല മെസ്സി ആയിട്ട് കിടക്കുകയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വ്യൂ ഒന്നുമില്ല ഇവിടെ. ഇവിടെ എന്തൊക്കെയോ ഷോപ്സ് കാര്യങ്ങൾ, അവിടെയൊക്കെ നല്ല വേസ്റ്റ് കിടപ്പുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലുണ്ട്. ഇവിടെ അത്യാവശ്യം നമ്മൾ ഇന്നലെ ഒരു മലയാളി ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇത് തുറന്നപ്പോൾ നല്ല സൺ കിസ്ഡ്. അവിടെ ഏർക്കാടൊന്നും സൺ കിസ്ഡ് ഒന്നും കിട്ടാറേ ഇല്ല, കാര്യം നല്ല തണുപ്പായതുകൊണ്ട് സണ്ണിനെ പോലും നമ്മൾ കാണാറില്ല കേട്ടോ. അങ്ങനെ വല്ലപ്പോഴും വെയിൽ വന്നു അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ സണ്ണിനെ ഒന്നും കാണാറില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ഒരു മലയാളി ഹോട്ടലിൽ പോയിട്ട് നമ്മൾ തലശ്ശേരി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി കഴിച്ചു. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല, പക്ഷേ ഓക്കെ ഒരു ആവറേജ് ഒക്കെ ആയിരുന്നു. പിന്നെ പൊറോട്ടയും കഴിച്ച്, പൊറോട്ടയും എഗ് കറി. പറഞ്ഞ പോലെ പൊറോട്ടയും ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ കരിഞ്ഞിരിക്കണം.
എന്താണോ. അപ്പോൾ എന്തായാലും വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചു. അങ്ങനെയൊക്കെ. പിന്നെ എന്തായാലും പോകണം. നല്ല ചൂടിട്ട് എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര ചൂടെടുക്കുന്നു. എന്തായാലും ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പോകുമ്പോൾ കാണാം. യാ. അങ്ങനെ നമ്മൾ സേലം റെയിൽവേ സ്റ്റേഷനിലെത്തി. വന്ദേ ഭാരതിനായിരുന്നു കേട്ടോ പോയത്. രാവിലെ 9:30-ക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. 9:30-ക്ക് ട്രെയിനിന് പോയി ബാംഗ്ലൂർ ഒരു 1:30-ഒക്കെ ആയപ്പോഴത്തേക്കും റീച്ചായി. കണ്ടോൺമെൻറ്റിലായിരുന്നു സ്റ്റേഷൻ ബാംഗ്ലൂർ ഇറങ്ങിയത്. അങ്ങനെ ട്രെയിനിൽ കയറി. 9:30-ക്കായിരുന്നെങ്കിലും ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, ഒരു 15 മിനിറ്റ് എന്തോ ഡിലേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി. രാവിലെ തന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു വടയൊക്കെ കഴിച്ചിരുന്നു ഇവിടെ നിന്ന് കയറി ഹോട്ടലിൽ നിന്ന്. അതിനുശേഷം നമുക്ക് ചായയും ഇതൊക്കെ കൊണ്ടു തന്നു കേട്ടോ അവർ. കോഫി ഉണ്ടാക്കാനായിട്ട് കോഫി കൊണ്ടു തന്നു. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല കോഫിക്ക്. ഒരു ഓക്കെ അറിയാമല്ലോ, വന്ദേ ഭാരതിൽ നിന്ന് കുടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. വലിയ കുഴപ്പമില്ല. പിന്നെ കുക്കീസും ഉണ്ടായിരുന്നു. കുക്കീസ് എന്ത് കുക്കീസാണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു കുക്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് കാഴ്ചയൊക്കെ കണ്ട് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഉറങ്ങിയില്ല. ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ കഥയൊക്കെ പറഞ്ഞു. ഞാനും എൻ്റെ കൂടെ മാത്സ് സാറും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്കായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഫുഡ് ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് എന്തായിരുന്നു വേറെ ഫുഡ്? ലെമൺ റൈസും പിന്നെന്താ അച്ചാറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. നല്ല ഒരു ജേർണി ആയിരുന്നു വന്ദേ ഭാരത് സേലം ടു ബാംഗ്ലൂർ. കാഴ്ചയെ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അധികം വീഡിയോസൊന്നും ട്രെയിനിൽ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ഫുഡ് വന്നു. ലെമൺ റൈസ്, കേർഡ് ഉണ്ടായി, ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഐസ്ക്രീം തന്നിട്ടുണ്ടായിരുന്നത്. ദാള്, കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ സോയ ചങ്ക്സ്. ഉപ്പുണ്ടായില്ല കേട്ടോ. ലെമൺ റൈസിനൊന്നും ഒട്ടും ഉപ്പുണ്ടായില്ല. ചുമ്മാ ഞാനത് പറയുന്നുണ്ട് വീഡിയോയിൽ, ഉപ്പുണ്ടായില്ല എന്നുള്ളത്. കുറച്ച് നേരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്പൂണൊക്കെ വെച്ച് വലിയ ഇതിൽ കഴിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിലത്ത് പോയി. പിന്നെ കൈ കൊണ്ട് തന്നെ കഴിച്ചു. അത്രയേ ഉള്ളൂ അത്. അങ്ങനെ ബാംഗ്ലൂർ എത്തി. അവിടുത്തെ സ്കൂളാണ് ഡൽഹി പബ്ലിക് സ്കൂളാണിത്. ഇത് ഒരു കോർണർ മാത്രമാണ്, ഒരു ബിൽഡിങ് മാത്രമാണ്. IGCSE കേംബ്രിഡ്ജിൻ്റെ ബിൽഡിങ് മാത്രമാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമുക്ക് GPക്കുള്ള ട്രെയിനിങ് സെക്ഷൻ. ഇതായിരുന്നു. ഒരു 10 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ട്രെയിനിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി. ഞങ്ങളുടെ ട്രെയിനർ മാമൊക്കെ ആണെങ്കിലും നല്ലൊരു മാമായിരുന്നു. നമുക്ക് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഭയങ്കര അടിപൊളിയായിട്ട് മാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ്. ഇതായിരുന്നു മാം, ലീന റാവു എന്നാണ്. ഷീസ് ഫ്രം ഹൈദരാബാദ്. പല സ്ഥലത്തു നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സോ ഗൈസ്, ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ട്രെയിനിങ് സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടൈം 5 മണിയായിട്ട്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഫുഡ് കഴിക്കുന്ന ഇതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. എനിക്കൊട്ടും വയ്യായിരുന്നു കേട്ടോ. വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ സ്കൂളിൽ DPS ഇരിക്കുന്നത് അറൗണ്ട് ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു 40 ഏക്കറിലാണ് കേട്ടോ. കാര്യം CBSE ഉണ്ട്, IGCSE ഉണ്ട്, ഐ തിങ്ക് IB ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര അടിപൊളിയാണ്. സ്കൂൾ അടിപൊളിയാണ്. എന്തായാലും കാണിച്ചു തരാം. DPSന് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 10 എത്ര
200 ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും നമ്പർ ഓഫ് സ്കൂൾ ബസ്സാണുള്ളത്. ഒരു ഏക്കറിൽ തന്നെ സ്കൂൾ ബസ് പാർക്ക് ചെയ്യാൻ മാത്രം. ഒരേക്കറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത്രയും ഫുള്ള് സ്കൂൾ ബസ് മാത്രം പാർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ്. നല്ല മഴക്കാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മഴയും വെയിലും ഒക്കെ ഒരു മിക്സഡ് ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ക്ലൈമറ്റ് ഇങ്ങനെ നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് വയറുവേദനയും ഓക്കെ. പിന്നെ നമ്മളിനി റൂമിലോട്ട്, നമ്മൾ ഹോട്ടലിലോട്ട് പോകണം. അപ്പോൾ എൻ്റെ കൂടെയുള്ള സാറിൻ്റെ ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ. എൻ്റെ കഴിഞ്ഞു, അപ്പോൾ ഇന്ന് നാളെയും കൂടി ഉണ്ട്. ലെറ്റ്സ് സീ. നല്ല മഴക്കാറുണ്ട് കേട്ടോ, അത്യാവശ്യം മഴക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നടക്കും എന്നുള്ളത്. കാര്യം എനിക്ക് ഒന്നാമത് വയ്യ, വയറുവേദനയുടെ കൂടെ തൊണ്ടവേദന മാറിയിട്ടില്ല. അതിൻ്റെ കൂടെ രാവിലെയൊക്കെ പനിക്കുകയും ചെയ്തു. ഇവിടെ ക്ലാസ്സിലിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് ടയറി ഫീലിംഗ് ആണ് കേട്ടോ. എന്തായാലും അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഹോട്ടലിലെത്തിയിട്ട് ഈവനിങ് നോക്കട്ടെ, ഇല്ലെങ്കിൽ നാളെ കാണാം. എന്തായാലും ട്രെയിനിങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് വെരി നൈസ്. ഹൈദരാബാദുള്ളൊരു മാമാണ് വന്ന് ട്രെയിനിങ് സെക്ഷൻ കണ്ടക്ട് ചെയ്തത്. ഒത്തിരി പേര് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു, കോഴിക്കോട് നിന്ന്, കാലിക്കറ്റിൽ നിന്ന് 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാക്കിയൊക്കെ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക, ചിക്കമംഗ്ലൂർ, കൂർഗ്, പിന്നെ ഹൈദരാബാദ് ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സായിരുന്നു കൂടുതലും. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും നല്ല ഒരിതായിരുന്നു കേട്ടോ. നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നാളെയോ അല്ലെങ്കിൽ ഈവനിങ് ചെന്നിട്ടൊക്കെ കാണാം കേട്ടോ. ബൈ. കണ്ടോ ഗൈസ്, ഇതാണ് ക്ലൈമറ്റ്. ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ട് ഗൈസ്, ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്, ടി വിയും കണ്ടുകൊണ്ട് കിടക്കുവാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുളിക്കണം, കുറച്ച് പണിയുണ്ട്. ഞാൻ പാണ്ടിപ്പട കാണുവാണ് കേട്ടോ, പാണ്ടിപ്പട മൂവി. അങ്ങനെ ദിസ് ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് ബാംഗ്ലൂർ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ റെഡിയൊക്കെ ആയി. സ്റ്റൊമക്ക് പെയിൻ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, 7:45 കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകും. നല്ല സൺലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നും ക്ലാസ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പോണ വഴിക്ക് ഇന്നലെ വൈകിട്ട് ബസ്സിനാണ് കേട്ടോ തിരിച്ച് വന്നത്. ഒന്നാമത് എനിക്കും വയ്യായിരുന്നു, അപ്പോൾ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ബസ് കിട്ടി, അപ്പോൾ അതിനാണ് വന്നത്. അപ്പം അങ്ങനെ നാളെ നമ്മൾ തിരിച്ച് പോകും കേട്ടോ, തിരിച്ച് റിട്ടേൺ ടു ഏർക്കാട്, സേലത്തോട്ട് പോകും. ഇന്ന് ഫുള്ള് ഇവിടെ ഉണ്ടാകും, പക്ഷെ നമ്മളിതുവരെ പുറത്തോട്ടൊന്നും അങ്ങനെ മര്യാദയ്ക്ക് ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു വ്ലോഗിൽ. ഞാനപ്പോൾ ഇത് ഇടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇടുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പോകുമ്പോൾ കാണാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട്, സ്കൂളിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ ട്രെയിനിങ് നടക്കുന്ന ക്ലാസ് റൂമാണ് കേട്ടോ ഇത്. ആരും വന്നിട്ടില്ല, എല്ലാവരും എത്തുന്നതേ ഉള്ളൂ. ഡൽഹി പബ്ലിക് സ്കൂളിൽ ഒരു ക്ലാസ്.
ഇവിടുത്തെ ടീച്ചേഴ്സും ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരും എത്തിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ട്രെയിനേഴ്സ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ സ്കൂൾ മൊത്തം ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ CBSE എല്ലാ ഭാഗവും നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ എന്തോ ക്രിയേറ്റിവിറ്റിയൊക്കെ പിള്ളേരൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന എന്തോ ഒരു റൂമാണ്. എന്നെന്തോ പറയും, ഞാൻ മറന്നു എന്താണെന്നുള്ളത്. നല്ല ഭംഗിയായിട്ട് അവരെല്ലാം നല്ല രസമായിട്ട് ക്രിയേറ്റിവിറ്റി, അവരുടെ എല്ലാ ക്രിയേറ്റിവിറ്റിയും അതിലവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ഐ മീൻ മാത്ത്, GP അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ടീച്ചേഴ്സും ഉണ്ടായിരുന്നു നമ്മളെ കാണിച്ചു തരാനും. അവരുടെ ഇതിപ്പോൾ CBSE ഏരിയ ആണ്. അവിടെ എന്തുമാത്രം ഗാർഡനും അതുപോലെ പ്ലാന്റ്സും ട്രീസൊക്കെയാണെന്നറിയാം. നല്ല രസമുള്ള നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരെല്ലാം എന്താ പറയുക, നല്ല വൃത്തിയും എല്ലാ രീതിയിലും നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. ഒത്തിരി ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ, അതുപോലെ വോളിബോൾ കോർട്ട്, എല്ലാ ഇൻഡോർ സ്ഥലത്തും എല്ലാം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം വിസിറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു. ഫസ്റ്റ് ഡേ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സെക്കൻഡ് ഡേ ഞാൻ മറക്കാതെ എടുത്തു കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പാസ്ത, അത് ഇത്, കട്ട്ലെറ്റ്, നൂഡിൽസ്, എന്തൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. റൈസ് തന്നെ പല രീതിയിലുള്ള റൈസ്, എല്ലാം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഗുലാബ് ജാം, അത് ഇത്, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം നല്ല ആസ്വദിച്ചൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ട്രെയിനിങ്സൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ പുറത്തിറങ്ങുവാണ്. ഇവിടുത്തെ ആർട്ട് ടീച്ചേഴ്സൊക്കെ വരച്ച് വെച്ചേക്കുന്ന ഫോട്ടോയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ പുറകെ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട് ഇവിടുത്തെ ആർട്ട് ടീച്ചേഴ്സ് വരച്ചേക്കുന്നതാണ്. നല്ല രസമുണ്ട്. ഇവിടെ ഓരോ ബ്ലോക്കിനും ഓരോ നെയിംസാണ് കേട്ടോ. സ്കൂൾ ബസ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അവിടെ നിന്ന് പരിചയപ്പെട്ട 2 പേരായിരുന്നു. ചിക്ക്മംഗ്ലൂരുള്ള 2 ടീച്ചേഴ്സ്, ഒരു സ്കൂളിൻ്റെ ഓണേഴ്സായിരുന്നു. അപ്പോൾ അവർ നമ്മളെ ചുമ്മാ ഒരു ഡിന്നറിന് വിളിച്ചതായിരുന്നു. പക്ഷേ ഡിന്നറിന് പോകാനായിട്ടുള്ള ഒരു സമയം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈവനിങ് ജസ്റ്റ് പോയി അവരുടെ കൂടെ. മാന്യതയിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, അതുകൊണ്ട് പിന്നെ നമ്മൾ ഡിന്നർ അങ്ങനെ അധികം വേറെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. അവിടെ നിന്ന് പിസ്സ, പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് എന്തോ കഴിച്ചു. പിന്നെ മൊയ്ത്തോ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. മാന്യത ബാംഗ്ലൂരുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട്, ക്യാബ് ഓട്ടോയാണ് പിന്നെ വന്നത്. ഓട്ടോ ക്യാബാണ് ബുക്ക് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട്, നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലോട്ട് നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവർ ആ സ്ഥലത്തായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 ടീച്ചേഴ്സ് അല്ല, അവർ അവിടുത്തെ ഓണേഴ്സാണ്. ഒരു ചിക്ക്മംഗ്ലൂരുള്ള ഒരു സ്കൂളിൻ്റെ ഓണേഴ്സാണ് അവർ. അപ്പോൾ അവർ നമ്മളവിടെ ചെന്നപ്പോൾ നല്ല പരിചയമൊക്കെ പെട്ട്, നല്ല കമ്പനിയൊക്കെ ആയി. അങ്ങനെ അവർ വിളിച്ചതാണ്. അപ്പോൾ പിന്നെ ഓട്ടോയൊക്കെ വിളിച്ച് പോയി. ഓട്ടോയ്ക്ക് കുറേ നേരം ക്യാബിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ കുട ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഭയങ്കര ട്രാഫിക്കും. പിന്നെ ബാംഗ്ലൂരിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ അന്ന് നമ്മൾ നിൽക്കുന്നിടത്ത്, അതായത് നമ്മുടെ മാന്യതയിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലോട്ട്. നല്ല ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഓരോ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോയി. നമ്മൾ കാറിന് പോകാനായിട്ടാണ് ഇരുന്നത്, കാറ് ക്യാബ് വിളിച്ചിട്ട്. പക്ഷെ അത് കിട്ടിയില്ല, അതുകൊണ്ട് ഇതിന് പോയി. അതെന്താ എന്തോ ഒരു ഇതുപോലെയാണെന്ന് തോന്നുന്നു, ഒരു എക്സിബിഷൻ പോലെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടോ ഗൈസ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. ഞാനൊന്ന് ഫ്രഷായി. ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നു, അതാട്ടോ ഞാൻ അങ്ങനെ പോയത്. അപ്പോൾ എന്താണ്, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഇവിടെ നമ്മുടെ ബാംഗ്ലൂരുള്ള മാന്യത ടെക് ബിസിനസ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അത് ചിക്കമംഗ്ലൂറുള്ള ഞങ്ങളിവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ചിക്കമംഗ്ലൂർ വർക്ക് ചെയ്യുന്നതല്ല, അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഓണേഴ്സ്, സ്കൂൾ നടത്തുന്നവർ. അപ്പോൾ അവിടുത്തെ ഒരു മാമും ആ മാമിൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഒരു ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ അവർ ഓഫർ ചെയ്തതാണ് ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നല്ല ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് നമ്മൾ നേരത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടോ. അപ്പോൾ ഞാനിവിടെ പാട്ട് വെച്ചേക്കാണ് ടി വിയിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ പാട്ടൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളപ്പോൾ മാന്യതയിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ തിരിച്ചിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ നാളെയാണ് നമ്മുടെ ട്രെയിൻ സേലത്തേക്ക്, ബാക്ക് ടു സേലം. നാളെ 2 മണിക്കാണ്, മെജസ്റ്റിക്കിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ രാവിലെ ഇറങ്ങും. അപ്പം അങ്ങനെ, അപ്പം നാളെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പ്രോപ്പറായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊരു എന്താ പറയുക, നമ്മളിവിടെ ട്രെയിനിങ്ങിന് വന്നതാണല്ലോ. അപ്പം നമുക്ക് ബാംഗ്ലൂർ എന്ന് അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഇനി പിന്നെ വരാമല്ലോ. അപ്പം ഇതൊരു ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഒരു വ്ലോഗാണ്. എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്താവുന്നൊന്നും. കാര്യം പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചുമ്മാ എടുത്തു തുടങ്ങിയതാണ് വ്ലോഗ്. അപ്പം പിന്നെ എന്തായാലും അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കണത്. അപ്പം നാളെ എന്തായാലും ഏതാവും എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നാളെ കാണാം. അപ്പം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഹായ്. ഇത് നമ്മുടെ 3rd ഡേ ആണ്, ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ തിരിച്ച് ബാക്ക് ടു സേലം പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും 2 മണിക്കാണ് ട്രെയിൻ. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്. മെജസ്റ്റിക്കിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം ഒന്നാമത് ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോവുകയും ചെയ്യണം. ഏകദേശം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 hour ട്രാവലിംഗ് ഇവിടെ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നു മെജസ്റ്റിക്കിലോട്ട്. 1 ആണോ അത് കുറവാണോ, 45 minutes അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ ഏകദേശം ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് കയറുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. ഇല്ലായിരിക്കും, മേ ബി നോക്കാം, എന്തായാലും നോക്കാം. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂർ. നമുക്ക് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇന്നലെ ജസ്റ്റ് ഇവിടെ മാന്യതയിൽ പോയതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല.
അവർ വന്ന അന്ന് തന്നെ എനിക്ക് ഒട്ടും വയ്യാതെയായിരുന്നു. പിറ്റേ ദിവസവും ഞാൻ ഫുള്ള് സിക്കായിട്ട് കിടക്കണമായിരുന്നു, വയറുവേദന. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ടും തന്നെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയുള്ള എൻ്റെ തൊട്ട് പുറകിൽ ഐ മീൻ ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഫുള്ള് വണ്ടി പോകും. അപ്പം ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, എനിവേസ് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചല്ല ഇപ്പം തന്നെ ഇറങ്ങും. അപ്പോൾ ഇനി പോണ വഴിക്ക് കാണാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ക്യാബൊക്കെ എടുത്ത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് മെജസ്റ്റിക്കിൽ നിന്നായിരുന്നു. അപ്പോൾ മെജസ്റ്റിക്കിലോട്ടാണ് പോയത്. പക്ഷേ ട്രെയിൻ ഉച്ചയ്ക്കായിരുന്നു, 2 മണിക്കായിരുന്നു ട്രെയിൻ. പക്ഷെ നമ്മൾ രാവിലെ ഒരു 9:30-10 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി കേട്ടോ. കാര്യം അധികം ട്രാഫിക്കും കിട്ടരുത്, പിന്നെ നമുക്കൊന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊന്ന് പോകണം എന്നുണ്ടായിരുന്നു, കൺഫേം അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായില്ല. എല്ലാവരും ആ സമയത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് ആ ഒരു സമയം കുറച്ച് ഫ്രീ ആയിരുന്നു റോഡ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. നമ്മളവിടെ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് നമ്മളവിടെ ചെന്നിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അതും നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോവുകയാണ്. അപ്പം മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ലഗേജ് മറ്റേ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ്, ഇവിടെ വെച്ചിട്ടാണ്. റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം. അവിടെ നിന്ന് മെട്രോയ്ക്ക് അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോകുകയാണ്. അപ്പോൾ മറ്റേ മെട്രോയിലാണ് കേട്ടോ പോണേ. മെട്രോ ടിക്കറ്റൊക്കെ എടുത്തു. എൻ്റെ സൗണ്ടൊക്കെ ശരിക്കും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് സംതിങ്. എന്തായാലും തന്നെ വരും മെട്രോ. നമ്മൾ ഇതിലെത്തി, പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വരും. അങ്ങനെ നമ്മൾ MG റോഡ് എത്തി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോവാണ്. മഴ പെയ്യുവാണ് ഗൈസ്. മഴ നമ്മളെ ചതിച്ചു. അയ്യോ, ഇപ്പം മഴയില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ 2-3 മലയാളി പിള്ളേർ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ട്രെൻഡ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ട്രെൻഡ്സ് കയറി കേട്ടോ. ചുമ്മാ കയറിയതാണ് ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നപ്പോൾ. എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ. ഇവിടെ ഇപ്പം എന്തൊരു ഓഫർ നടക്കണ്ടെന്ന് തോന്നുന്നു ട്രെൻഡ്സിൽ.
കയറിയപ്പോൾ ഞാൻ മടുത്ത്, എനിക്ക് വയ്യ, പേർക്ക് വേദന എടുക്കുന്നു. നടന്നിട്ട് മെൻ സെക്ഷനിലാണ് ഞാൻ ഇവിടെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വന്നോട്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. നൽകും ചേട്ടൻ മേടിച്ചു ജീൻസും സ്വെറ്റ് ഷർട്ടൊക്കെ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോവാണ്, മെട്രോയിൽ കയറാൻ പോവാണ്. എനിക്കിപ്പോൾ ഇവിടുന്ന് നമ്മൾ മെട്രോയുടെ അവിടെ നിന്ന് കയറിയപ്പോൾ അവിടെ കുറേ അവിടെ ഇങ്ങനെ സെയിൽസിന് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് സമയം കിട്ടിയില്ല. വേഗം വാ ഇപ്പം ട്രെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, മെട്രോ ഒരെണ്ണം വരുന്നുണ്ട് സമയമായി എന്ന് പറഞ്ഞിട്ട് വേഗം വിളിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് പിന്നെ വേഗം ഓടിയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പിന്നെ അതിൽ കയറി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ട്രെയിൻ മിസ്സാവുമായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 1:30 കഴിഞ്ഞു. 1:30 അല്ല കേട്ടോ, 1 മണി ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ എന്തോ പറയുന്ന ഒരു ട്രെയിനായിരുന്നു. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോന്നും കേൾക്കുന്നുണ്ടാവില്ല. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡബിൾ ഡെക്കർ ട്രെയിനായിരുന്നു. അപ്പം നമ്മൾ മേളിലായിരുന്നു. അങ്ങനെയൊക്കെ നല്ല ടയേർഡായിരുന്നു. എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു. അപ്പോൾ അത്രയും ഉണ്ടായുള്ള വീഡിയോ. ടാറ്റാ.